ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഈ ഇൻട്രോ പറയുന്നത് നമ്മൾ പറയത്തില്ലേ, ഇന്നൊരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നു. അത് വെറുതെ അല്ല. ഓരോ ദിവസവും എന്തെല്ലാം ഈ നിമിഷം വരെ എനിക്കൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ ദൈവം തന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അതൊന്നും എല്ലാവരും മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പം പറയണമെന്ന് തോന്നി. കാരണം എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് അല്ലേ. ഓരോ ദിവസമാണേലും ഇപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറും ഞാനും അവളുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അച്ചാറൊക്കെ കുറേ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവളൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നെന്ന് എനിക്ക് ആ ലിങ്ക് ഇട്ട് തന്നു. ചേച്ചി, ഞാൻ അങ്ങനെ കാണുന്നതല്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതാണ്. പക്ഷേ അത് ഞാൻ ചിന്തിച്ച് അവളിങ്ങനെ പറയണം മലയാളി ചാനലല്ല, ഒരു ഡൽഹിയിലുള്ളൊരു വ്ളോഗറുടെ ഒരു ചാനലാണ്. ആ ചാനലിൻ്റെ പേര് ചട്ടോറി രജനി. ഡൽഹിയിലുള്ള ഒരു മോനേ ഉള്ളു, 17 വയസ്സുള്ള. നല്ല ഫേമസ് ആയ ഒരു ചാനലാണ് കേട്ടോ. ഹിന്ദിയിലാണ്. ആക്സിഡൻ്റ് ഉണ്ടായി, ഒരേ ഒരു മോനേ ഉള്ളു, മരിച്ച്. പിന്നെ ഈ പറഞ്ഞ അവളുടെ ചേട്ടൻ്റെ മോൻ ബാംഗ്ലൂരിൽ പോയി പഠിച്ച് BCom പഠിച്ചു, നല്ല ഡിഗ്രി എടുത്തു. പിന്നെ ലാസ്റ്റിൽ അവർ എറണാകുളത്ത് പോയ വഴിക്ക് ആക്സിഡൻറ്റ്. ആ കൊച്ചി വെൻറ്റിലേറ്റർ ഇങ്ങനെ കോമയിലാണെന്ന് വേണേൽ പറഞ്ഞാൽ മതി. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കർത്താവ്, ഇത്രയും നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ആണെങ്കിലും വളർത്തി, ഒരു പ്രായം വരെ വളർത്തി, അതിനുശേഷം ഇങ്ങനെയൊക്കെ വരിക. നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അവളുടെ ആ ബ്രദറിൻ്റെ മറ്റേ കുഞ്ഞ് മരിച്ച്. എത്രയും പെട്ടെന്ന് ദൈവം സൗഖ്യം കൊടുക്കട്ടെ. എല്ലാം കഴുത്തേ കൂടെയും വായിക്കൂടെയും മൂക്കിക്കൂടെയും എല്ലാം ട്യൂബിട്ടൊക്കെ കിടക്കുക എന്ന് പറയുമ്പം ഇത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മക്കളെ നമ്മൾ ഇത്രത്തോളം നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് അവർക്കൊരു നല്ല ഭാവിക്ക് വേണ്ടി, ഓരോ പേരൻസും അവരുടെ മക്കൾ നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ നമുക്കങ്ങ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഓരോരുത്തരാണെങ്കിൽ ഇപ്പം ആക്സിഡൻറ്റ്, പിന്നെ അവർക്ക് തന്നെ ഒരു സൂക്ഷ്മത പോലും ഇല്ലാതെ ഓരോരുത്തർ വണ്ടി ഓടിക്കുന്നത്. നിസ്സാരം ഇപ്പം ഈ ബൈക്കിലൊക്കെ കുഞ്ഞുങ്ങൾ പോകാമെങ്കിൽ അവരുടെ തെറ്റായിരിക്കത്തില്ല, വേറെ വണ്ടിയൊക്കെ വന്നായിരിക്കും വന്ന് ഇടിക്കുന്നത്. ട്രാഫിക് പോലീസ് നിന്നാലും ഒരു പോലീസ് നിന്നാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എനിക്ക് ഈ 2 പേരുടെ ഇത് കണ്ടോ, എനിക്കങ്ങ് അങ്ങനെ പല സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിന് തന്നെ ഒരു വല്ലാത്ത ഇതെന്നുള്ളത്. ഞാനങ്ങ് പറഞ്ഞ് ഇമോഷണലായി. അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കലത്തപ്പം ഞാനും പണ്ട് കുക്കറിലാണ് ഉണ്ടാക്കിയത്. അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്ക് ഫ്ലോപ്പൊന്നും ആയില്ലായിരുന്നു, നല്ലതായിട്ട് വന്നു. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കുക്കറിലൊക്കെ ആകുമ്പോൾ കുറേ സമയം എടുക്കുകയും ചെയ്യും. നമുക്കൊരു പേടിയുണ്ട്, ശരിയാവുമോ കരിഞ്ഞു പോവോ എന്തുവാന്നുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ പോൾമോൻ ഇഷ്ടപ്പെടാഞ്ഞതെന്ന് പറയുന്നത് ഉള്ളി ചേർത്തതാണ്. നമുക്കൊക്കെ ആണെങ്കിൽ ഈ ഉള്ളിയൊക്കെ വഴറ്റി, എനിക്കാണെങ്കിൽ ഈ കൊച്ചുള്ളി ഇങ്ങനെ വഴറ്റി, നെയ്യിൽ വഴറ്റി അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റി ചോറ് കൂട്ടി കഴിക്കാനൊക്കെ നമുക്കിഷ്ടം. പക്ഷെ അതൊന്നും ഇവർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു കാരണമേ അവന് ഇഷ്ടപ്പെടാതിരുന്നുള്ളൂ. പിന്നെ മധുരം കൂടെ ഇച്ചിരി വേണമായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പമാണ്. പിന്നെ ചായയുടെ കൂടെ നല്ലതാണ്. കൊച്ചവന് പിന്നെ അതിൻ്റെ അകത്ത് കോക്കനട്ട് മൊത്തവും കുത്തി പറക്കി മാറ്റിയവൻ, അല്ലാതെ അവനിഷ്ടമായി. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇവന്മാർക്ക് ഇന്നലെ അവധിയായിരുന്നു, ശിവാജി ജയന്തിയുടെ. അപ്പോൾ 2 അവന്മാരും ഉണ്ടായിരുന്നു. ഇവന്മാർ 2 ഭയങ്കര സ്നേഹവുമാണ്. പക്ഷേ പോളുമോനുണ്ടല്ലേ, ഈ പ്രൈസ് മോനെ ഇടയ്ക്ക് ഒന്ന് ഉമ്മ വയ്ക്കാനും ചെല്ലും. അപ്പോൾ ഈ കൊച്ചവനത് ഇഷ്ടമല്ല. അങ്ങനെ അവിടെ അടിയുണ്ടാവുന്നത്. അപ്പോൾ ഇവന്മാരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പം എന്നോട് നാളെ ബിൻസി ആണെന്ന് തോന്നുന്നു പറഞ്ഞ്, ചേച്ചി ബിൻസി ആണോ?
ചേച്ചി നാന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, എനിക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. അപ്പച്ചനും പിള്ളേരും ഉള്ള വീഡിയോ കാണാൻ ഒരു രസമുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ പോയി. ഞാൻ എന്നിട്ടും ഈ അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പോയി വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ എടുത്തു. എന്നിട്ട് ഇതിൽ ചിലത് ഈ പോള് ഈ മലയാളം പറയുമ്പോഴേ ഞാനതങ്ങ് ഇൻക്ലൂഡ് ചെയ്തത് ഒരു കോമഡിക്ക് വേണ്ടി ഇരുന്നോട്ടെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്കത് കട്ട് ചെയ്യാമായിരുന്നു ആ വേർഡ്. പിന്നെ ഒരു വേർഡ് പറയുന്നുണ്ട് തുണി വിരിക്കാൻ പറയും, എനിക്ക് സൗകര്യം ഇല്ലെന്ന്. അവൻ പറയുന്നേ അത് അർത്ഥം അവനറിയത്തില്ല, അവനങ്ങ് പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഇടാ അതങ്ങനെ പറയല്ലേ, അതൊരു വല്ലാത്ത വെന്നരാൻ പറ. ഹിന്ദിയിലാവൻ പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്കിപ്പം അവനൊരു ഇപ്പം ഒരു മനസ്സ് അവന് വരുന്നില്ല ചെയ്യാനുള്ള. ഞാൻ പറയുന്നത് നീ പറയുന്നുണ്ടേ അത് വേറൊരു രീതിയിലായിപ്പോയി. അത് മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കുക. ഞാനത് കട്ട് ചെയ്യണ്ടെന്ന് വെച്ചത് അത് അവിടെ കട്ട് ചെയ്താൽ വേറൊരു ഇതായിപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയോ എന്തോ വേറെ എന്തെങ്കിലും അവൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തില്ല. പിന്നെ ഇവന്മാരുടെ ബഹളമായിരുന്നു ഇന്നിവിടെ. ഇവന്മാർ ഉണ്ടെങ്കിൽ എനിക്ക് വടിയെടുത്തുകൊണ്ടോടാനേ സമയമുള്ളൂ. എല്ലാ വീട്ടിലും ഇത് തന്നെ. അവർ കളിത്തരമൊന്നുമില്ല, ചില സമയത്ത് ഇങ്ങനെയൊക്കെയാ, ആൺകൊച്ചുങ്ങളല്ലേ. പിന്നെ കുറച്ച് ഞാൻ വടിയെടുത്തോണ്ട് ഓടും, ഞാൻ അലറും. ഞാനില്ല പെട്ടെന്നില്ല പറയാൻ അഖിൽ എപ്പോഴും പറയും ചേച്ചിയിൽ അടിക്കാൻ നിൽക്കുന്ന പോലെ പറയുന്നത്. ഞാൻ എന്തോ ചെയ്യും, ആ സമയത്ത് തൊണ്ട വയ്യാലും അതോ വയ്യാലും ഇല്ലാത്ത സൗണ്ടല്ല ആ സമയത്ത് വരും. കാരണം എനിക്കങ്ങ് ഇവിടെ അടുക്കള ജോലി ചെയ്യണ്ടേ, ഈ പ്രൈസറാണെങ്കിൽ അങ്ങ് കീന്ന് പറഞ്ഞങ്ങ് നിൽക്കും. മമ്മി ഏതുകൊണ്ട് തന്നെ അത് ചെയ്തേ ഇത് ചെയ്തേന്നും പറഞ്ഞ് അങ്ങ് അലറും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും സമയം കുറേ കൂടെ പറയാനുണ്ടായിരുന്നു, ഇനി ഞാൻ പറഞ്ഞില്ല. വീഡിയോയിൽ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തു, ഇനിയും ബാക്കി ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം രാവിലെ ദോശ ഉണ്ടാക്കുന്നത്, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ഇച്ചിരി മില്ലറ്റിൻ്റെ പൗഡറൊക്കെ ചേർത്താൽ ഇത് അരച്ചത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് അതൊന്നും മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കട്ടെ, കട്ടി കുറഞ്ഞത്, കട്ടി കൂടിയത്, അങ്ങനെ പല രീതിയിലുള്ള ദോശ ഉണ്ടാക്കുന്നത്. ഈ മില്ലറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി നല്ല മുരിഞ്ഞൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ മുരിഞ്ഞിരിക്കുന്നതും നല്ല പേപ്പർ പോലുള്ളതാണ് ഇവിടെ പോളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ദോശയ്ക്ക് നമ്മുടെ നേരത്തെ സാമ്പാർ, അന്ന് വെച്ച സാമ്പാർ ഞാൻ പിറ്റേന്ന് എന്നാൽ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സാമ്പാർ ഇച്ചിരി സൂക്ഷിച്ച് വെച്ചിരുന്നത്. പക്ഷേ പിറ്റേന്ന് ദോശയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഇന്ന് അന്നേരം സാമ്പാറുള്ളത് കൊണ്ടങ്ങ് ദോശയിലാക്കി അങ്ങ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. ചായയും കൂടെ ഞാൻ സാമ്പാർ അവിടെ നിന്ന് ചൂടാക്കി വെച്ചു. അപ്പോൾ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പം ഇങ്ങനെ ചൂടോടെ ഇതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൊടുവല്ലടാ, കൈ കൊണ്ട് എവിടണം നീ പോ, ഞാൻ ചെയ്തോളാം. മാറ്, അരി പോവരുത്. കുറെ നാളുകൊണ്ട് അവൻ അരി കഴുകാൻ നടക്കുക. മതി, മാറി, ഞാൻ ചെയ്തോളാം എളുപ്പം. അങ്ങനെ കലക്കി പോവൂടാ അത് കറക്കി. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവസാനം ലാസ്റ്റ് ഞാനിവിടെ കഴിക്കാനെടുത്തു. അപ്പോൾ ഞാനവിടെ അരിയും കൂടി ഇട്ടിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ അരി അവിടെ എടുത്ത് ഇങ്ങനെ വെച്ചോണ്ടേ അവൻ കുറേ നാൾ കൊണ്ട് അരി കഴുകാൻ നടക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അടുക്കള ഇരിക്കുന്ന കണ്ടോണ്ടേ ആൾ വന്ന് എടുത്ത്. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ എൻ്റെ പ്രസൻറ്റിൽ അങ്ങ് ചെയ്തോട്ടെന്ന്. അപ്പം നല്ല ദോശ ഞാൻ കഴിക്കാനെടുത്ത് കട്ടിലെ കൊണ്ടിരുന്ന് കഴിക്കുക. നല്ല സോഫ്റ്റ് ദോശയാണ്. ദോശ പിച്ചിട്ട് കറിയിലോട്ട് മുക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, അത്രയ്ക്ക് അങ്ങ് അലിഞ്ഞു പോവുക. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ ഇന്ന് അരി കഴുകിപ്പിച്ചു. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളവും വെച്ച്. അപ്പം പയർ തോരൻ വയ്ക്കാൻ പയർ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഓമനാൻറ്റി ചോദിച്ചായിരുന്നു ടൊമാറ്റോ അരച്ച മീൻകറി എങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്താണ്ട് ഇന്നലെ വെളിയിലായിരുന്നു, ഇന്നും വെളിയിലായിരുന്നു. ഇപ്പോൾ രാവിലെ അതൊന്ന് തിളപ്പിച്ച് വെച്ച്, ഇന്നലെ വൈകിട്ടും തിളപ്പിച്ച് വെച്ച്. ഈ കറി എനിക്ക് തോന്നുന്നു ഡാഡിക്ക് മറ്റേ മുളകരച്ചതിനേക്കാൾ ഇതാണ് ഇഷ്ടമെന്ന് തോന്നി. പ്രാവശ്യം കൊടുത്തുണ്ടെങ്കിൽ കഴിച്ചു. നല്ല
അകത്ത് നല്ല മാംസമുള്ള ടൊമാറ്റോ. ഒരു പീസ് തിന്നുണ്ടെ നല്ല ടേസ്റ്റ്. ഈ ടൊമാറ്റോ അരിഞ്ഞിട്ട് ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ചെയ്തില്ല. പഞ്ചസാര ഇട്ട് തിന്നാൻ നല്ല. ഉള്ളി അരിഞ്ഞ് കണ്ണ്. ഞാനെപ്പം ടൊമാറ്റോ പിന്നെ ക്യാരറ്റ് അരിയുമ്പം 2 പീസ് വായിപ്പോവും. പക്ഷേ ഈ ടൊമാറ്റോ ചിലതുണ്ടല്ലോ ഈ പൊങ്ങ് പോലിരിക്കുന്നത്, അതൊന്നും തിന്നത്തില്ല. ഇതിപ്പോൾ കണ്ടോണേ എനിക്ക് മനസ്സിലാക്കാം, ഇത് തിന്നാനും നല്ലൊരു ടേസ്റ്റുണ്ട്. ഒരിത്തിരി പുളിയും മധുരം എല്ലാം കൂടെ ഒരുമിച്ചുണ്ട്. അങ്ങനെ ഒരെണ്ണം അങ്ങ് തിന്നു. എഗ് പോച്ച് ഉണ്ടാക്കും, എഗ് പോച്ച്. എന്നാലും ഉണ്ടാക്കിയില്ലേ? കൊച്ചവനും കൂടെ ഉള്ളത് കൊണ്ട് അവന്മാർ സന്തോഷത്തോടെ 2 പേരും മുട്ടക്കറിയും കൂട്ടി ചപ്പാത്തി തിന്നട്ടെ. ഓരോ നാളിലും കുറുകിട്ടില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. അല്ലേ ഹല്ലേലൂയ പാടിടും ആതുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. പാട്ടിൻ്റെ വരികളോ ലൈനൊക്കെ ഇത്തിരി തെറ്റ് കാണും കേട്ടോ. ഈ ടൊമാറ്റോയുടെ കിടന്ന് നന്നായിട്ട് 2 പേരുടെ മിക്സ് ആവട്ടെ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഈ ടൈപ്പ് നമ്മൾ എഗ് പോച്ച് ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടം, ഇങ്ങനെയുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയാൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിന്ന്. ഞാൻ എന്നിട്ട് 2 അവന്മാരുടെ ഈ ബഹളം കാരണം ഇവനെ ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പടി, നീ അകത്ത് പോന്ന് പറഞ്ഞ്. അന്നേരം ഇവിടെ ഇരിക്കുവോ, ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുവോ, വഴക്കുണ്ടാക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ്. മറ്റവൻ അപ്പുറത്തും ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക, ബുക്ക് നൂത്ത് വെച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ പഠിത്തമൊന്നും അവിടെ നടക്കുന്നില്ല. അവിടെ കാര്യം പറച്ചിൽ, കൊച്ചു വർത്താനം. സ്റ്റാർട്ടിങ്ങിൽ 2 പേരുടെ ഭയങ്കര കൊച്ചു വർത്താനമായിരുന്നു. അത് കഴിഞ്ഞങ്ങ് സീരിയസ് ആയി. ഇന്ന് നിനക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുമ്പം പ്രൈസിൽ ഇന്ന് എൻ്റെ അടിയുണ്ട്. അവന് പഠിക്കാൻ ഇരിക്കുന്നതിനാണ്. അല്ല, ഞാൻ എപ്പ തൊട്ട് നിന്നോട് പഠിക്കാൻ പറയാവാ? എപ്പ തൊട്ട്? അവൻ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എത്ര നേരം വേണേലും വിശന്നിരിക്കും. പഠിക്കാൻ പറയുന്നതിന് അവന് ഭയങ്കര വിശപ്പ്. അവന് ബിസ്ക്കറ്റ് താ, ചൊക്കോസ് താ. വരുവാ ഇന്ന് ചോദിക്കുമ്പം നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. നേരം വെളുത്തപ്പത്തൊട്ട് പറയുക, പഠിക്കടാ പഠിക്കടാ പഠിക്കടാ. അവന് 2-ാം തീയതി മന്ത്ലി എക്സാം തുടങ്ങുക. അവനിപ്പോൾ മൊബൈലും കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാലും എപ്പോഴാണെങ്കിലും എടാ കഴിക്കുമെന്ന് പറയുന്നതന്നെ അവന് അന്നേരം വിശപ്പില്ല. അതിൻ്റെ അകത്തെ ചാർജൊക്കെ തീരുന്ന ഉടനെ അവന് വിശപ്പ് കൊണ്ടുവരും. ഇപ്പം ഞാൻ പഠിക്കാൻ ഇരുത്തിയുണ്ടെ അവന് ചൊക്കോസ് വേണമെന്നോ ചൊക്കോസ് കൊടുത്തു. അത് കൊടുത്തങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിസ്ക്കറ്റ് താ. അതാ ഞാൻ പറഞ്ഞത്. അവനെ വിരട്ടിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അവന് അങ്ങനെ നമ്മൾ വിരട്ടിയാലും അവനിങ്ങനെ ഒരു സീരിയസ് അവൻ എടുക്കത്തില്ല. അതേസമയം പോളങ്ങനല്ല, വടിയെടുത്ത ഒരു പേടിയുണ്ട്. ഞാനിതിലൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തേ. എന്നിട്ട് അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ ഒരു 1/2 പിഞ്ച് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ തിള വരാറായണേ മുട്ട പൊട്ടിച്ചൊഴിച്ചു.
അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ബ്ലസ്സഡ് ഇന്നാളി പറഞ്ഞായിരുന്നു ചേച്ചി ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രേവിയൊക്കെ കോരി ഒഴിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് തിരിച്ചിടുമ്പോഴാണ് കുറേയും കൂടെ നല്ലതെന്ന്. തിരിച്ചിടുന്ന ഉടനെ ആ ബാക്കിയുള്ള ലിക്വിഡ് കൂടെ ഈ മുട്ടയ്ക്കകത്തങ്ങ് അതൊന്ന് വലിച്ചെടുക്കും. അന്നേരം അതൊന്ന് കുറേയും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. വീഡിയോ ഓഫാക്കിയിട്ട് പോയി. അപ്പം ഞാൻ അതവിടെ തീ കുറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് തുണി വിരിക്കാനെടുത്തു. അവിടെ പോള് അവന് മൊബൈലിൻ്റെ അകത്ത് PDF ഉണ്ടെന്നും പറഞ്ഞ് അവൻ മൊബൈൽ എടുക്കും. അപ്പം മൊബൈൽ ഇടയ്ക്ക് അവനെങ്ങാണോ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ പ്രൈസൻ എന്നോട് വന്ന് കംപ്ലയിൻറ്റ് പറയും. അതിനെ അവിടെ അടി. അവൻ മൊബൈലൊന്ന് കൈ തൊട്ടാൽ പറയും ദാണ്ട് അവൻ പഠിക്കുമല്ല മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുവാന്നേന്ന് പ്രൈസൻ പറയും. അത് കേൾക്കുമ്പോൾ മറ്റോന് ചൊറിഞ്ഞു കയറും. സഹിക്കുന്നതിനുണ്ട് പ്രൈസ ഒരു പരിധി. നമ്മുടെ മുട്ട ഏത് പരുവായെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നേരമായിട്ടിട്ട് ഞാൻ തുണിയെല്ലാം വിരിച്ചു. എന്താ പഠിക്കാൻ രാവിലെ തൊട്ട് പറിച്ചിരുത്തിയേക്കുക. അവന് പഠിക്കാൻ നേരം അവന് ഭയങ്കര വിശപ്പാ. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അന്ന് ബ്ലസ്സഡ് പറഞ്ഞായിരുന്നു ചേച്ചി അതിൻ്റെ മുകളിലോട്ട് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ആ മുട്ടയുടെ നടുക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പം ഞാനിന്ന് അതുപോലൊക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം കഴിച്ചിട്ടും പോൾ പറഞ്ഞു മമ്മി ഒരു ഇച്ചിരി അന്നത്തെ എൻ്റെ കൂട്ട് ഡ്രൈ ആയിട്ടില്ല. അവൻ അങ്ങനെ ഡ്രൈ ആയി മീൻസ് ഇത്തിരി നമ്മളില്ലേ റോസ്റ്റ് പോലെ എടുക്കത്തില്ലേ. അപ്പം ഞാനിത് എനിക്ക് തോന്നിയത് അത് നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോഴേ ഈ സൈഡൂടെ നന്നായിട്ട് ആ വെള്ളമൊക്കെ അങ്ങ് അബ്സോർവ് ചെയ്ത് അതങ്ങ് ഡ്രൈ ആവും. അല്ലാതെ തിരിച്ചിടാകുമ്പം അകമെല്ലാം നന്നായി വെന്തു, എല്ലാം ബാക്കി കറക്റ്റാണ്. അപ്പോൾ ഈ ചാറ് ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് കിടക്കും. നമ്മളിപ്പോൾ തിരിച്ചിടുവാണെങ്കിൽ ആ സൈഡൂടെ മുട്ട അങ്ങ് ആ ഗ്രേവി അങ്ങ് വലിച്ചെടുക്കും. അപ്പം ഞാൻ ഉപ്പ് നോക്കാൻ നേരം പ്രൈസമോൻ അവിടെ വന്നു എൻ്റെ അടുത്തുറ ഇനി ഇതും കാണിക്കാൻ പോവാന്നോന്ന് വീഡിയോയിൽ. എന്താ കുഴപ്പം അങ്ങനെ കാണിച്ച എടാ बस कुछ नहीं किया. पुली नहीं चाहिए, स्वीट में नहीं चाहिए. എങ്ങനെയുണ്ട്? എന്തുണ്ട്? എങ്ങനെയുണ്ട്? എന്തൊക്കെയാ ടേസ്റ്റ്? എങ്ങനെയുണ്ട്? पुली പെപ്പർ കൂടുതലാണോ? कुछ भी वो सब परफेक्ट है. പിന്നെ कुछ नहीं लाना. പുളി സ്വീറ്റ് നല്ല പോയി പഠിക്കുക. ഉപ്പ് നോക്കി നടക്കാതെ. ഒരു ദിവസം ഞാൻ മീൻകറിക്ക് ഉപ്പിടാതിരുന്നില്ലേ. അപ്പം ലാസ്റ്റിലാണ് ഉപ്പിട്ടത്. എന്നിട്ട് അന്ന് ഇവൻ മീൻകറി കഴിച്ചാൽ എന്നോട് പറയാം പെപ്പറിൻ്റെ ടേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വരുന്നു. എനിക്ക് അന്നേരം മനസ്സിലായി ഇപ്പം പെപ്പർ എന്ന് പറഞ്ഞാൽ ഉപ്പിനാ പറയുന്നത്. അല്ല മീൻകറി അതങ്ങ് വറ്റിയും പോയി അങ്ങനെ ഒത്തിരി എനിക്കിട്ട് കലക്കാൻ പറ്റും. അന്നേരം ഉപ്പ് അവിടെ ഇവിടെ കണ്ടൊക്കെ മീനി പിടിച്ചിട്ടുണ്ട്. പെപ്പറിൻ്റെ ടേസ്റ്റ്. അവൻ എന്ത് കൊടുക്കും നോക്കട്ടെ. നീ ഇനി അവിടെ ഇപ്പം എന്തെടുക്കോടാ പ്രൈസൻ? എടാ നീ ബുക്കും തുറന്ന് ഇവിടെ ഇരിക്കുവാന്നോടാ. ഇങ്ങോട്ട് വാടാ. അത് പഠിച്ചേക്ക് EVS എടുക്കും. ഞാൻ രാവിലെ തൊട്ട് EVS പറഞ്ഞാണ്. നീ തന്നെയല്ലേ നിന്റെ ഇഷ്ടത്തിന് ഇംഗ്ലീഷ് എടുത്തത്. കണ്ടോ പ്രൈസ നീ ഇങ്ങോട്ട് മാറ.
നിനക്ക് ഇവിടെ ഇരിക്കാമോ? നീ എന്തിനാ അവന്റെ അടുത്ത് കയറി പോന്നേ? എന്താ 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 നിന്നോട് പഠിക്കാനാണോ പറഞ്ഞേ? ഇരി ഇവിടെ, ഇരി ഇവിടെ, എടാ ഇരി ഇവിടെ. ഇനി നീ ഇവിടെ നിന്നിട്ട് അവന്റെ അടുത്ത് വാങ്ങി നിന്നെ ഞാൻ ശരിയാക്കും. ചില ദിവസങ്ങൾ ഇവന്മാർ തുടങ്ങിയാൽ പിന്നെ തുടങ്ങിയതാ. ഞാൻ ഇങ്ങനെ വന്ന് വഴക്ക് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവും, വീണ്ടും തുടങ്ങും. ഈ കൊച്ചവന പോയി അങ്ങോട്ട് വരെന്ന് പറയുന്നത് മറ്റോ അതിൽ ഒന്നിച്ചിരി കൂടുതലായിരിക്കും. ചെള്ളക്ക് ഇങ്ങനെ ഞൂണ്ടിയിട്ട് പോവും. അങ്ങനെയൊക്കെയാ ചോദിക്കുന്ന സമയത്ത് അയ്യേ നാണക്കേട് നാണക്കേട്. എടാ നീ പോ. ആൾക്കാർ എന്തൊക്കെ ഇവിടുത്തെ പിള്ളേർ എന്താ ചന്തകളാണോന്ന്, വെറും കച്ചടകളാണോന്ന്. നീ ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു. എടാ ഇപ്പൊ നിനക്ക് ഉച്ചക്കൊന്നും വേണ്ടേ? എടാ നീ ഞാൻ ചോദിക്കും, നീ പഠിക്കാനുള്ളത് പഠിച്ചു വെക്ക്. ഒരു തെറ്റ് തെറ്റിയാ. ആ ഇതിപ്പോ എന്തുവാടാ EVS ആണോ എന്തുവാടാ ഇത്? എടാ ഇത് EVS ആണോ എന്തുവാന്ന്? എന്ത് നീ ഇംഗ്ലീഷ് രാവിലെ പഠിച്ചത്? നിന്നോടെന്തോ പറഞ്ഞ ഞാൻ? നിന്നോടെന്തോ പറഞ്ഞേ? തുണിവിരി. എടാ നീ ഇപ്പൊ എന്തോ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? പിന്നെ എന്തിനാടാ നീ അങ്ങനെ പറയുന്നത്? സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞാ അത് ഒരു റെസ്പെക്ട് ഇല്ലാത്ത വേടാ. പിന്നല്ലാതെ ആ അങ്ങനെ പറയുന്നത് ശരിയല്ല. അത് മലയാളത്തിൽ പറഞ്ഞാൽ വേറെ ഇതാ. ആ ഹിന്ദിയിലും അങ്ങനെ തന്നെ. ഇതാണ്ട പാൻറ് ഇട്ടേക്കുന്നുണ്ടോ തുണി വിരിക്കുന്നേ? അവിടെ ഇരി. ഇന്ന് എത്രയും നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന അത്രയും നിങ്ങളുടെ സമയം ലേറ്റ് ആവും ഉച്ചയ്ക്ക് തരാനുള്ള. എനിക്കറിയാം ഓകെയാത്തോ അവിടെ വെച്ചിട്ട് നീ അടുത്തത് പഠി. വേണ്ട അടുത്ത 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 വേണ്ട. 2ാം തീയതി എക്സാമിന് ഞാൻ വന്നിരുന്ന് എഴുതാം, അല്ലെ പപ്പ വന്നിരുന്ന് എഴുതാം. കട്ടിലിട്ട തുണി ഉണങ്ങിയതില്ലയോടാ? അടുത്ത് നിന്റെ ആണെങ്കിൽ അടുത്ത് നീ കബോഡി വെക്ക്, അപ്പച്ചന്റെ ആണെ അപ്പച്ചന്റെയും കബോഡി വെക്ക്. മലയാളത്തിൽ പറയടാ. റൈസന്റെ 6 പാക്ക് ഇവന്റെ 1 പാക്ക് 3 പാക്ക് ഇവിടെ 2 അത് 1. എടാ ഇതൊക്കെ വെറും പന്ന സംസാരമാടാ. അറിയത്തില്ലെങ്കിൽ പറയാവരാ. ഓക്കെ ഞാൻ വെക്കാൻ പോവാ നിന്റെയൊക്കെ ഓരോ സംസാരങ്ങള്. എടാ ഇത് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതിനെ കണ്ടോ? പ്രൈസൻ ഇപ്പം കണ്ടല്ലോ ആരാ തുടങ്ങുന്നേ? അവനാ തുടങ്ങുന്നേ. ഞാനാ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവൻ ചുമ്മാ അടിക്കുന്നു.
പ്രൈസ് ഈ മുറി വാ, പ്രൈസിന് ഇവിടെ വാ. പോടാ 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 ഇവിടുന്ന്, നിന്റെ പാട്ടിന് പോടാ. तेरा भूख ना इधर एकदम एक्सट्रीम लेवल पे. कोई नहीं भाई. भूख നല്ല സെറ്റായി. ഇനി വിശക്കുന്ന മാർക്കൊക്കെ കൊടുക്കട്ടെ. എനിക്ക് എന്താണെന്ന് തോന്നിയത്, അതുകൊണ്ട് ഈ മുട്ട എടുക്കുന്നുണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ തിരിച്ചിട്ടുണ്ടേ ഇങ്ങനെ ഗ്രേവി പോലെ, അങ്ങനെ ലിക്വിഡ് പോലെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിടാഞ്ഞുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ മറിച്ചിടുവാണെങ്കിൽ അതങ്ങ് അബ്സോർവ് ചെയ്യും. അതിന് ശേഷം പിന്നെ ഞാൻ പയറ് തോരൻ വെച്ചതേ. പിന്നെ അവന്മാരുടെ സംസാരമൊക്കെ കേട്ടാൽ അത് ചില സമയത്ത് ഇങ്ങനെ, അതുങ്ങൾക്ക് അതിൻ്റെ മീനിങ് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ പിന്നെ ഇങ്ങനെ സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.